ഇപ്പോൾ ഇന്ത്യയിൽ ട്രെൻഡിംഗ് ആയി നിൽക്കുന്ന സ്പോർട്സ്, പ്രത്യേകിച്ച് ക്രിക്കറ്റിനെ അത്രയധികം സ്നേഹിക്കുന്ന ആരാധകർക്കൊക്കെ വലിയ നിരാശയായി മാറുന്ന ഒരു വാർത്തയാണ്. ഇന്ത്യൻ ക്രിക്കറ്റിലെ തന്നെ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് നിസ്സംശയം വിളിക്കാൻ പറ്റുന്ന രവിചന്ദ്രൻ അശ്വിൻ വിരമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതും ഇന്റർനാഷണൽ ക്രിക്കറ്റിലെ എല്ലാ ഫോർമാറ്റിൽ നിന്നും അദ്ദേഹം വിരമിക്കുകയാണ്. 38 വയസ്സാണ്. അതുകൊണ്ട് തന്നെ വിരമിക്കൽ പ്രഖ്യാപിക്കുമ്പോൾ നമുക്കതിൽ ഞെട്ടലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ അശ്വിനെ പോലൊരു പ്ലെയർ, അശ്വിനെ പോലൊരു താരം എത്രമാത്രം വൈറ്റലാണ്, എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം. 3 ഫോർമാറ്റും എടുത്തു നോക്കിയോ, T20, ODI, ടെസ്റ്റിലൊക്കെ തന്നെ എടുത്ത് നോക്കുമ്പോൾ എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് അദ്ദേഹത്തെ പോലൊരു ഓൾറൗണ്ടർ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. നമുക്ക് അശ്വിൻ്റെ സ്റ്റാറ്റ്സ്, അശ്വിൻ്റെ കണക്കുകൾ, അശ്വിൻ T20യിൽ നേടിയ വിജയങ്ങൾ, നമുക്ക് ODIയിൽ അദ്ദേഹം നൽകിയ സംഭാവനകൾ, ടെസ്റ്റിൽ സൃഷ്ടിച്ച റെക്കോർഡുകൾ, ഇതൊക്കെ നമുക്ക് എണ്ണി പറയാമെങ്കിൽ പോലും 2 സംഭവങ്ങൾ മാത്രം ഒന്ന് കോട്ട് ചെയ്യുകയാണ്. പ്രത്യേകിച്ച് അശ്വിൻ എന്ന ബാറ്ററേയും അശ്വിൻ എന്ന ബൗളറേയും ഒക്കെ സംബന്ധിച്ച് നമുക്കൊരുപാട് മനസ്സിൽ ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരുപാട് ഇന്നിങ്സുകളൊക്കെ തന്നെ സമ്മാനിച്ചിട്ടാണ് അദ്ദേഹം പോകുന്നത്. അദ്ദേഹം ഫസ്റ്റ് ക്ലാസ്സിൽ കളിക്കുമ്പോഴായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഡിണ്ടിഗൽ ഡ്രാഗൺസിന് വേണ്ടി തമിഴ്നാട് പ്രീമിയർ ലീഗിൽ കോച്ചായി നിന്ന് അവരെ കൊണ്ട് ജയിപ്പിച്ചതായിക്കോട്ടെ, അല്ലെങ്കിൽ യൂട്യൂബിൽ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ വന്ന് അദ്ദേഹം ക്രിക്കറ്റ് അനലൈസ് ചെയ്യുന്നതിനെ കുറിച്ചായിക്കോട്ടെ, ഒരു ക്രിക്കറ്റർ എന്നതിലുപരി ഓഡിയൻസിലേക്ക് വളരെയധികം അറ്റാച്ച്ഡ് ആയി നിൽക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയും കൂടിയായിരുന്നു അദ്ദേഹം. ഇപ്പോൾ അശ്വിൻ ആദ്യം ചെന്നൈ സൂപ്പർ കിങ്സിൽ IPL വേണ്ടി ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി അദ്ദേഹം കളിക്കാൻ വരുന്നു. അദ്ദേഹം ഒരു തമിഴ്നാട്ടുകാരൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹോം ഗ്രൗണ്ട് ചെപ്പോക്കിൽ അദ്ദേഹം അതിഗംഭീരമായി കളിക്കുന്നു. ഒരു ധോണിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പടയാളിയായിട്ട് അദ്ദേഹം മാറുന്നു. അതിനുശേഷം അശ്വിൻ ക്ലബ്ബുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് തന്നെ അദ്ദേഹം തിരിച്ചു വരുമ്പോൾ പോലും അത് ഓർക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. കാരണം ഈ ഇന്റർനാഷണൽ ക്രിക്കറ്റിലെല്ലാം വിരമിച്ചിട്ട് അദ്ദേഹം ക്ലബ് ക്രിക്കറ്റിലേക്ക് മാത്രം മാറുന്നു. IPL അദ്ദേഹം എന്തായാലും CSKയ്ക്ക് വേണ്ടി കളിക്കുകയും ചെയ്യും. പക്ഷേ ഈ CSKയ്ക്ക് വരുന്നതിന് തൊട്ട് മുന്നേ തന്നെ രാജസ്ഥാൻ റോയൽസ് ക്യാമ്പിലേക്ക് അദ്ദേഹം ഉണ്ടാക്കിയ ഒരു ഓളം, ആ ടീമിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു ഹൈലൈറ്റിംഗ് ഫാക്ടർ, ഇതൊന്നും മറ്റൊരു പ്ലെയറോ താരത്തിനോ കൊണ്ട് സംഭാവന ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമില്ല. ഇതെല്ലാം അശ്വിൻ എന്ന പ്ലെയറിനെ കൊണ്ട് മാത്രം സാധിക്കുന്ന, അത്രയധികം ഫാൻസുമായി സംസാരിക്കുന്ന, സംവദിക്കുന്ന, ക്രിക്കറ്റിനെ കുറിച്ച് പറയാൻ താല്പര്യപ്പെടുന്ന ഒരു പ്ലെയറും കൂടിയാണ് അദ്ദേഹം. ഒരു സ്റ്റാർ മെറ്റീരിയൽ എന്നുള്ള രീതിയിലല്ല ഒരാളും, സാധാരണപ്പെട്ട ക്രിക്കറ്റ് ആരാധകരൊന്നും തന്നെ അശ്വിനെ കാണുന്നത്. നമ്മളിപ്പോൾ അങ്ങനെ ഒരു സ്റ്റാർ എന്ന രീതിയിലല്ല, നമ്മ വീട്ടു പയ്യൻ, അങ്ങനെ ഒരു ടാഗ് ലൈനിൽ അശ്വിനെ കാണാൻ സാധിക്കുന്നുണ്ടെന്നുള്ളതാണ്. കാരണം അദ്ദേഹം യൂട്യൂബിൽ വന്നിട്ട് ലൈവിൽ വരുമ്പോഴായിക്കോട്ടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീഡിയോസിൽ അദ്ദേഹം റിയാക്ട് ചെയ്യുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം വന്നിട്ട് ആളുകളുമായി സംവദിക്കുന്നതായിക്കോട്ടെ, എല്ലാം നമ്മുടെ ഒരു താരത്തെ പോലെ നമ്മൾ കാണാതെ, നമുക്കൊരു ക്രിക്കറ്റ് എക്സ്പേർട്ടിൻ്റെ അടുത്ത് പോയി സംസാരിക്കാതെ, ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ കോൺവേഴ്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് നിമിഷങ്ങൾ, മുഹൂർത്തങ്ങളൊക്കെ സമ്മാനിക്കുന്ന ഒരു വ്യക്തിയാണ് അശ്വിൻ. അപ്പോൾ ഇങ്ങനൊരു വ്യക്തിയുടെ റിട്ടയർമെൻറ്റ് അതുകൊണ്ടായിരിക്കാം കുറച്ചുകൂടി ആളുകൾക്ക് വളരെ ഉള്ളിൽ തട്ടുന്ന ഒരു വേദനയായിട്ടും കൂടി മാറുന്നത്. സോഷ്യൽ മീഡിയയിൽ രാവിലെ 11 മണിയോടുകൂടി ഈ റിട്ടയർമെൻറ്റ് വാർത്ത വന്നതിന് ശേഷം ഇപ്പോൾ ഏകദേശം മണിക്കൂറുകൾ പിന്നിടുമ്പോൾ പോലും ഇന്ത്യയിൽ ട്രെൻഡിങ് അശ്വിൻ്റെ റിട്ടയറിംഗ് വാർത്തയാണ്. അപ്പോൾ ആ റിട്ടയറിംഗ് വാർത്ത ആളുകൾ സോഷ്യൽ മീഡിയയിൽ റിയാക്ട് ചെയ്യുന്ന രീതി വളരെ വേദനാജനകമാണ്. അത്രയും ഹാർട്ട് ടച്ചിങ് ആയിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. അത് ഈ സംവദിക്കുന്നത് കൊണ്ട് മാത്രമല്ല, ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരുപാട് ഇന്നിങ്സുകൾ വിത്ത് ബാറ്റ് ആൻഡ് ബോൾ അശ്വിന് സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിൽ 2 സംഭവങ്ങൾ മാത്രമാണ് ഞാൻ ഒന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അശ്വിൻ്റെ നിരവധി ഇന്നിങ്സുകൾ, നിരവധി മുഹൂർത്തങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം. പക്ഷേ അശ്വിൻ എന്ന വ്യക്തി റിട്ടയർ ചെയ്യുമ്പോൾ എനിക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന 2 പ്രധാനപ്പെട്ട ഇന്നിങ്സ്, ഒന്ന് 2013 ചാമ്പ്യൻസ് ട്രോഫി ഫിനാലെയാണ്. 2013 ചാമ്പ്യൻസ് ട്രോഫി ഫിനാലെ ഇംഗ്ലണ്ടുമായിട്ട് കളിക്കുന്ന സമയത്ത് തോൽവിയുടെ വക്കിൽ നിൽക്കുകയാണ് ഇന്ത്യ. അപ്പോഴാണ് ഓവൻ മോർഗൻ്റെയും രവീന്ദ്ര ബൊപ്പാരയുടെയും വിക്കറ്റുകൾ വീഴ്ത്തിക്കൊണ്ട് ഇഷാന്ത് ശർമ്മ കളി തിരിച്ചു പിടിക്കുന്നത്. അപ്പോഴാണ് അവസാനത്തെ ഓവർ വളരെ ക്രൂഷ്യലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവസാനത്തെ ഓവർ അശ്വിനാണ് അറിയാൻ വരുന്നത്. അപ്പോൾ സ്റ്റുവർട്ട് ബ്രോഡാണ് അശ്വിനെ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഓവർ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളത് നിസ്സാരൊരു പരിപാടി ആയിരുന്നില്ല. പ്രത്യേകിച്ച് ലാസ്റ്റ് ഓവറിൽ 14 റൺസാണ് ഇംഗ്ലണ്ടിന് ജയിക്കാൻ വേണ്ടിയിരുന്നത്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ അശ്വിനെ ബോൾ ധോണി ഏൽപ്പിക്കുകയാണ്. അവിടെ നിന്ന് അശ്വിൻ ക്രിയേറ്റ് ചെയ്തൊരു മാജിക് ഉണ്ട്. ആ ഒരു ഒറ്റ ബൗണ്ടറി സ്റ്റുവർട്ട് ബ്രോഡ് അടിച്ചത് ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ള 5 പന്തുകളും നമ്മളെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് കൊണ്ടുവന്ന ഒരു മത്സരവും കൂടിയായിരുന്നു, ഒരു ഓവറും കൂടിയായിരുന്നു അത്. കാരണം കളി കയ്യിൽ നിന്ന് പോയി എന്ന് ഉറപ്പിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിലും കൂടിയായിരുന്നു അശ്വിൻ്റെ ആ ഒരു സൂപ്പർമാൻ ലാസ്റ്റ് ഓവർ എന്ന് പറയുന്നത്. ജെയിംസ് ട്രെഡ്വെൽ ആയിരുന്നു ലാസ്റ്റ് ബാറ്റ് ചെയ്തത്. ഒരു ബോളിൽ 6 റൺസ് വേണ്ടിയിരിക്കുക, അത് ഡോട്ട് ബോളായി മാറുകയും ചെയ്യുന്നു. ഇന്ത്യ 5 റൺസിന് ചാമ്പ്യൻസ് ട്രോഫി വിജയിച്ച് ധോണിയുടെ ഷെൽഫിലേക്ക് ആ ഒരൊറ്റ ട്രോഫി മാത്രമാണ് ബാക്കി കിട്ടാനുണ്ടായിരുന്നത്. അതും നേടിക്കൊടുത്തു. അപ്പോൾ ആ നേടിക്കൊടുത്ത ഫൈനൽ ഓവർ ബോൾ ചെയ്ത അശ്വിൻ്റെ ഇന്നിങ്സ്, ആ ഒരു ഓവർ മനസ്സിൽ നിന്ന് പോകത്തില്ല. എപ്പോഴും നിലനിൽക്കുന്ന ഒരു ഇന്നിങ്സാണത്. മാത്രമല്ല അത് കഴിഞ്ഞിട്ട് 2022 നമുക്ക് T20 വേൾഡ് കപ്പ് എടുത്ത് നോക്കിയേ, ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള മത്സരം ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം. പാകിസ്ഥാനിൽ നിന്നും കളി കയ്യിൽ നിന്ന് പോകുമെന്ന് ഉറപ്പിച്ചിരുന്നൊരു ഘട്ടത്തിൽ വിരാട് കോഹ്ലി 53 പന്തിൽ 82 റൺസ് നേടുകയാണ്. അപ്പം വീണ്ടും
ലാസ്റ്റ് ഓവറിലേക്ക് കാര്യങ്ങൾ മാറുക. ലാസ്റ്റ് ഓവർ വരുമ്പോഴേക്കും ഉണ്ടാവുന്ന ഒരുപാട് കോയിൻസിഡൻ്റൽ സംഭവങ്ങളുണ്ട്. ദിനേശ് കാർത്തിക്കാണ് ഫിനിഷ് ചെയ്യാൻ വേണ്ടി വന്നത്, പക്ഷേ ദിനേശ് കാർത്തിക്കിനെ സ്റ്റംപ്ഡ് ആക്കുന്നു. അടുത്തത് ഒരു പന്തിൽ നിന്ന് വേണ്ടത് 2 റൺസാണ്. അശ്വിൻ അപ്പോൾ ക്രീസിലേക്ക് വരികയാണ്. ഒരു ഒറ്റ ബോൾ പോലും ഫേസ് ചെയ്യാതെ ഈ ഒരു പന്തിൽ 2 റൺസ് നേടാൻ അശ്വിന് സാധിക്കുമോ എന്ന് ഇന്ത്യ ഒട്ടാകെ 140 കോടി ജനങ്ങൾ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. അപ്പോൾ അശ്വിൻ വരുന്നു. മുഹമ്മദ് നവാസാണ് പാകിസ്ഥാൻ ബോളർ, ഓഫ് സ്പിന്നറാണ്, ലെഫ്റ്റ് ഹാൻഡ് ഓഫ് സ്പിന്നറാണ്. അദ്ദേഹം എറിയുന്നു, അദ്ദേഹം വൈറ്റ് ലൈനിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. സാധാരണ ഈ ഒരു പ്രഷറിൽ നിൽക്കുന്ന ഇന്നിങ്സിൽ അത്രയും കൂളായിട്ട് നിൽക്കുക, പ്രത്യേകിച്ച് വിരാട് കോഹ്ലി നോൺ സ്ട്രൈക്കിൽ നിന്നാണ്. അതുപോലൊരു പ്ലെയർ ആദ്യമായി വരുമ്പോൾ ഒരു ബോൾ ഫേസ് ചെയ്യുമ്പോഴേക്കും എങ്ങനെയെങ്കിലും ഫിനിഷസ് ഓഫ് ഇൻ സ്റ്റൈൽ എന്ന് ധോണി 2011 രവിശാസ്ത്രി പറഞ്ഞതുപോലെ അങ്ങനെ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ വളരെ കൂൾ ഹെഡായിട്ട് ആ വൈഡിനെ വൈഡാക്കി വിട്ട് ഒരു പന്തിൽ 1 റൺസ് മാത്രം ജയിക്കുക എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഇന്ത്യൻ ആരാധകരെല്ലാം കൂടി ഒരുമിച്ചൊരു ശ്വാസം വിടുന്ന 140 കോടി ജനങ്ങളുടെയും ശ്വാസം ഒരുമിച്ച് താഴേക്ക് പതിയുന്ന ഒരു ആശ്വാസകരമായ ശ്വാസം അശ്വിൻ സാധിച്ച ആ ഒരു മുഹൂർത്തവും അത് അടിപൊളി ഒരു ഇന്നിങ്സ് എന്ന് പറയുന്നത്. അദ്ദേഹം അതിനകത്ത് വലിയ കോൺട്രിബ്യൂഷൻ നടത്തില്ല. നവാസിൻ്റെ ലാസ്റ്റ് ബോൾ പിന്നീട് അശ്വിൻ മിഡോണിലേക്ക്, പ്രത്യേകിച്ച് അദ്ദേഹം ഒരു എക്സ്ട്രാ കവർ മിഡോൺ റീജിയനിലേക്ക് ഒരു ലോഫ്റ്റഡ് ഷോട്ടിൽ ഒരു ബൗണ്ടറി നേടിക്കൊണ്ട് ഇന്ത്യ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു സമയത്തുള്ള അദ്ദേഹത്തിൻ്റെ കൂൾ കാം മൈൻഡൊക്കെ ധോണിയിൽ നിന്ന് കിട്ടിയ ശിക്ഷണയായിരിക്കാം, എന്തോ ആയിക്കോട്ടെ. പക്ഷേ അതെല്ലാം തന്നെ ഒരു പ്ലെയർ എന്ന രീതിയിൽ അദ്ദേഹം പിന്നീട് ഇപ്പോൾ ക്ലബ് ക്രിക്കറ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഡിണ്ടിഗൽ ഡ്രാഗൺസിന് വേണ്ടി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തമിഴ്നാട് പ്രീമിയർ ലീഗിന് വേണ്ടിയിട്ട് അദ്ദേഹം കോച്ചാവുന്നു, അദ്ദേഹം മെയിൻ പ്ലെയർ ആവുന്നു, ക്യാപ്റ്റൻ ആകുന്നു. അങ്ങനെ പല സ്റ്റേജസിലൂടെ അശ്വിൻ്റെ ക്രിക്കറ്റിംഗ് കരിയർ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ടെസ്റ്റ് വിക്കറ്റിൽ തന്നെ 37 5 വിക്കറ്റ് ഹോൾസ് നേടുക, ഷെയ്ൻ വോണിനപ്പോൾ ഒരു ലെജൻഡറി പ്ലെയറിനൊപ്പം തന്നെ നിൽക്കുക. മുത്തയ്യ മുരളീധരനാണ് ഫസ്റ്റ് നിൽക്കുന്നത്, പക്ഷേ അത് നല്ല മാർജിൻ ഉണ്ട്. പക്ഷേ എന്നാൽ പോലും ഈ ലെജൻഡറി പ്ലെയേഴ്സിനൊപ്പം നമ്മുടെ ഇന്ത്യൻ സ്പിന്നർ ഉണ്ട് എന്നുള്ളത് അദ്ദേഹം എടുത്ത് സൂചിപ്പിക്കേണ്ടത്. മുരളീധരനും ഷെയ്ൻ വോണും ഒക്കെ തന്നെ ഒരു പക്ക പ്രൊഫഷണൽ ആയിട്ടുള്ള ഓഫ് സ്പിന്നേഴ്സ് മാത്രമാണെങ്കിൽ അശ്വിൻ ഒരു ഓഫ് സ്പിന്നർ ആയിരുന്നില്ല. അശ്വിൻ കരിയർ തുടങ്ങിയത് തന്നെ ഒരു ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ആയിട്ടാണ്. അതിനുശേഷം ഓഫ് സ്പിന്നിംഗ് ബൗളിംഗിലേക്ക് വന്ന് ഒരു ടിപ്പിക്കൽ ഇന്ത്യൻ ഓൾറൗണ്ടറായി നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആയിട്ട് അശ്വിൻ മാറുമ്പോൾ ഈ സ്റ്റാറ്റ്സും അദ്ദേഹം എടുത്ത് നോക്കുമ്പോൾ ഇതെല്ലാം ഒരു വണ്ടറിങ് സ്റ്റാറ്റ്സ് ആണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് അശ്വിൻ്റെ റിട്ടയർമെൻറ്റ് അത്രയധികം വേദനാജനകമായി മാറുന്നത്. ഓരോ ഘട്ടത്തിലും അശ്വിൻ എന്ന പ്ലെയറിലേക്കും അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റ്സിലേക്ക് നോക്കി കാണുമ്പോഴേക്കും നമുക്ക് പറയാൻ ഒരുപാടുണ്ട്. പക്ഷേ ചെറിയ മുഹൂർത്തങ്ങൾ, ചെറിയ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ തന്നെ എന്നും എക്കാലത്തും ഇന്ത്യൻ പ്രേക്ഷകർക്ക്, ഇന്ത്യൻ ക്രിക്കറ്റിംഗ് അത്രമേൽ ഉറ്റുനോക്കുന്ന ഓരോ കാണികൾക്കും നിരാശ ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ്. മാത്രമല്ല ഒരു മാച്ചിന് ശേഷം ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഓരോ ക്ലബ്ബിൽ പ്രത്യേകിച്ച് IPL പോലുള്ള മത്സരങ്ങൾ നടക്കുന്ന വേളയിൽ എല്ലാ താരങ്ങളും ഒരു ക്രിക്കറ്റ് മത്സരം കഴിഞ്ഞിട്ടുണ്ടാകുന്ന പ്രഷേഴ്സ്, സ്ട്രെയിൻസിലൊക്കെ തന്നെ അവരുടെ ഒരു റെസ്റ്റിംഗ് ടൈം എടുക്കുന്ന സമയത്താണ് അശ്വിൻ ഒരു യൂട്യൂബ് ചാനലിലായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് മാധ്യമങ്ങളിലൂടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് കണക്റ്റ് ആവുകയും അതനുസരിച്ച് സംവദിക്കാനും എത്തുന്നു. അത് ഏത് താരം ചെയ്യും? അത് ഋഷഭ് പന്ത് മുൻപ് ഇൻസ്റ്റാഗ്രാം ലൈവിലൊക്കെ ചെറിയ വേളകൾ വന്നു എന്നല്ലാതെ ഇങ്ങനെ ഓൾ ഔട്ടായിട്ട് എല്ലാ തവണയും അശ്വിൻ എപ്പോഴും ഫാൻസുമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കാറുണ്ട്. തന്നെ വളർത്തിയത് ഇവരാണ്, അപ്പോൾ അവർക്ക് ഞാൻ സംസാരിക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് എപ്പോഴും അശ്വിൻ കീപ്പ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ വി വിൽ മിസ് യു രവിചന്ദ്രൻ. അശ്വിൻ കൃത്യമായി പറയുകയാണെങ്കിൽ പക്ഷേ IPL-ലും ക്ലബ് ക്രിക്കറ്റിലും ഒക്കെ തന്നെ കാണാൻ സാധിക്കുമെങ്കിലും ഇന്ത്യൻ ജേഴ്സിയിൽ അശ്വിൻ ഇനി കാണാൻ സാധിക്കില്ല എന്നുള്ളത് നല്ല പെയിൻഫുള്ളാണ്. അതുകൊണ്ട് തന്നെ അശ്വിൻ ആരാധകർ ആരാണ് എന്നുള്ള ചോദ്യമൊന്നുമില്ല. ഇന്ത്യൻ ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന എല്ലാവരും അശ്വിൻ്റെ ആരാധകരാണ്. അപ്പോൾ അശ്വിൻ ആരാധകർക്ക് നിങ്ങളുടെ സമയം കൂടിയാണ്. കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എത്രമാത്രം നിങ്ങൾ അശ്വിനെ മിസ് ചെയ്യുന്നു, അശ്വിൻ്റെ ഇന്നിങ്സുകൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ രേഖപ്പെടുത്തുക. ഇനി അശ്വിനെ പോലൊരു ഓൾറൗണ്ടർ ലഭിക്കുമോ ഇല്ലയോ എന്നൊരു ചോദ്യചിഹ്നത്തോടു കൂടി അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.